അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും. കർത്താവേ, അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു, ഞാൻ ആ തീരുമാനം എടുത്തെന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം, ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ സന്നിഗ്ധമായ അവസ്ഥയിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ. കർത്താവ്, ജോലിയില്ലാത്തവരെ, വിസ പുതുക്കലിനെ കൊടുത്തിട്ട് കിട്ടാത്തവരെ, നാട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്ത് വിഷമിക്കുന്നവരെ, വീട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുന്ന വാടകക്കാരും, അതുപോലെ തന്നെ വീടില്ലാത്തവരും,
അവരുടെ വിവാഹത്തിന് പിരിഞ്ഞു താമസിക്കുന്നവരും ഓരോരോ നേട്ടത്തിന് വേണ്ടി ജീവിത പങ്കാളി ഉപേക്ഷിച്ചും മക്കളെയും കൊണ്ട് ഓടിയിരിക്കുന്നവരും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല പല കാര്യങ്ങൾ കൊണ്ട് കുടുംബജീവിതം ഛിദ്രമായിരിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കൃപയും എല്ലാതും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും നൽകി ആ ശക്തി അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ മാർഗരോഗങ്ങളും തീരാവേദികളും ജീവദുരിതങ്ങളും യേശുക്രിസ്തു നീങ്ങിപ്പോകട്ടെ. Lord, infuse your spirit of power and grace. ഇന്ന് ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞ, എൻ്റെ മകൻ അവൻ്റെ ഉദ്യോഗമാണ്, ലോകത്ത് 4ാമത്തെ റാങ്കാണ് ആ വിഷയത്തിന്. അപ്പം എന്നിട്ട് അവർ പറയണത് എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ എൻ്റെ മകൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി 4 ജപമാല ചെല്ലുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഇവർ 4ാം സ്ഥാനത്താണ് അവൻ്റെ സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ. അമ്മ പറയണത് അവൻ 4 കൊന്ത ചെല്ലണത് കാണുന്നതാണ് എനിക്ക് അതിനേക്കാൾ സന്തോഷം നൽകുന്നതാണ്. അതൊക്കെ അവർ പറയുമ്പോൾ അവർ ചങ്ക് പറിച്ചാൽ പറയണത്, അല്ല വെറുതെ ഭംഗി വാക്ക് പറയണതല്ല. അതായത് ഇന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായതേ, ഉള്ളവന് ശരിക്കും ഉണ്ട് ആധ്യാത്മികത. അതാണ് എനിക്ക് മനസ്സിലായി. ഇല്ലാത്തവൻ എല്ലാവരും കെട്ട മനുഷ്യനാണെന്നുള്ള ചിന്തയിൽ അവനുള്ളതുകൂടി കളഞ്ഞുകൊണ്ടിരിക്കുകയും അങ്ങനെ ഒരു ചതി വരുന്നുണ്ട്. ആധ്യാത്മികത ഇല്ലാത്തവൻ എല്ലാവരും കെട്ട മനുഷ്യരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളത് കൂടി ഇല്ലാതിക്കൊണ്ടിരിക്കണം. പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അടിയൊഴുക്കുകൾ ശരിക്കും നടക്കുന്നുണ്ട്. ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. പല വ്യക്തികളിൽ നിന്നും നമുക്ക് തെളിച്ചം വെച്ചിരിക്കുന്നത്, തെളിമയായിട്ട് കാണുന്നത് ലോകം നശിച്ചു, എല്ലാം പാപമാണ്, പാപപങ്കിലമാണ്, പാപത്തെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അങ്ങനെയാണ് ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുന്നത് പാപത്തോടെ. അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വലിയൊരു സംഭവം ഒരു തട്ടിപ്പാണ് ശരിക്കും. എന്താ കാര്യം? നിന്നെപ്പോലെ ഒരു ഫ്രോഡിനെ യഥാർത്ഥ കൃപയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ ആധ്യാത്മിക മേഖലയിൽ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യമാണ്, വളരെ തന്ത്രപൂർവ്വമായിട്ട് ചില ആൾക്കാരെ ഒഴിവാക്കും. എന്താ കാര്യം? അവൻ അഡ്ജസ്റ്റ്മെൻറ്റിന് ആയിട്ടാണ് ദൈവം, അതായത് കുറേ തിന്മയും കുറേ നന്മയൊക്കെ ആയിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവരോർക്കും മനുഷ്യരല്ലേ, മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും, നമ്മൾ ആരും ദൈവമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ തരികിട പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പണി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇത് ഫ്രോഡാണ്. അവനെ ഒഴിവാക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ കൊടുക്കുന്ന എല്ലാം ഇതുപോലെയുള്ള സംഭവമായിരിക്കും. എന്താണ്? ലോകം പോയി, എല്ലാവരും പാവത്തിലാണ്, നിയമം മാത്രം ഇവിടെ നല്ലപോലെ ഒരു കാര്യമൊന്നുമില്ല. ഈ സാധനം ഇതാണ് ഓരോ മനുഷ്യനും ഈ കാലങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ചതിക്കുഴി എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് ഈ കുഴിയിൽ ഒത്തിരി പേര് വീഴും. എന്നിട്ട് അവർ ദൈവത്തെ മറന്ന് ജീവിക്കും, ദൈവത്തെ ഒഴിവാക്കി ജീവിക്കും. അപ്പോൾ എന്നാ പറ്റും? ദൈവത്തിൻ്റെ ഒരു വംശമുണ്ട്, അത് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ലൂക്കാ 12:32. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആൾക്കാർ ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കൊക്കെ വരുന്നതും ഒക്കെ എല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ ബേസിലാണ് വരണത്. ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മുടെ പരാധീനതകൾക്ക് ഒരു പോരായ്മക്ക് പരിഹാരം കണ്ട് എത്തുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു അജണ്ട ആർക്കും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ശരി പറയാം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്താ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ ആൾക്കാർ. എന്തൊരു നോൺസെൻസാണ് ശരിക്കും പറഞ്ഞാൽ. പ്രാർത്ഥിക്കണേ എന്തിനാണ്? പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പം പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? അനുഗ്രഹമല്ല, ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, അത് യൂസ് ആൻഡ് ത്രോ ആണ്. പിന്നെന്താണ്? അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ രാജ്യം വന്നാൽ പിന്നെ എന്താ പ്രശ്നത്തെ അത് പിന്നെ പോകത്തില്ല. നമ്മളെല്ലാവരും ധരിച്ചിരിക്കണം ഈ ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടം ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണമായി നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യാതൊരുവിധ ഒബ്ജക്ഷനുമില്ല. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കണതിന് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കണതിന് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അതിനാണ് ദൈവരാജ്യം എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ദൈവരാജ്യം വന്നാൽ പിന്നെ ഈ ദൈവരാജ്യത്തിലാണ് ഒരു വ്യക്തി ശരീരം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഈ ദൈവരാജ്യം കണ്ടിന്യൂ ചെയ്യും എപ്പോഴും. അപ്പം നമ്മൾ ചത്ത് കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഈ ഗാന്ധിയുടെ രാമരാജ്യമൊന്നുമല്ല നമ്മുടെ ദൈവരാജ്യം. ആ ദൈവസമാഗമത്തിൻ്റെ ദൈവത്തിൽ ആനന്ദിച്ച് സ്നേഹത്തിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ്. നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴി നടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ.
പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയ്ക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നെ ഈ അൾത്താരയിൽ നിർത്തിയ പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഷിബി. ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 18/6/2025 അന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് വലിയൊരു രോഗമുണ്ടായിട്ടാണ് ഞാനിവിടെ വരുന്ന സമയം എൻ്റെ ഈ ശരീരത്തിൻ്റെ വലതുവശം ഫുള്ളും മരവിച്ച് വല്ലാത്തൊരവസ്ഥയിൽ, എനിക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഒരാഴ്ച മുമ്പ് ഹോസ്പിറ്റലുകളിലെല്ലാം പോയി 2-3 ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ ഓരോ ഡോക്ടറും പറഞ്ഞത് MRI സ്കാൻ എടുക്കണം, നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ കൂടി വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ ഈ ഒരു ഭാഗം തളർന്നു പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം 2-3 ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. എൻ്റെ ഈശോയെ, ഞാൻ ജീവിക്കുവാണെങ്കിൽ എൻ്റെ ഈ അവസ്ഥയിലെങ്കിലും എനിക്ക് സഹിക്കാനുള്ളൊരു കൃപ തന്നാൽ മാത്രം മതി, ഈ അവസ്ഥയിൽ ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്താണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ച് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിലത്തെ നിലയിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ കയറിപ്പോയി. പക്ഷേ ഞാൻ അമ്മയോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു, അമ്മേ, ഞാനിവിടെ വന്നതിൻ്റെ തെളിവായിട്ട് എനിക്ക് ഒന്നെങ്കിൽ അമ്മയുടെ ഒരു സ്പർശനം കാണിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ദർശനം തരണം. ഇത് രണ്ടിലേതെങ്കിലും അമ്മ എന്നെ തൊട്ടു എന്നതിന് ഒരു ഉത്തരം എനിക്ക് തന്നിട്ട് വേണം. അമ്മ എന്നെ തൊട്ടാൽ മാത്രമേ ഞാൻ ഈ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുകയുള്ളൂ
എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ അവിടെ ഉടമ്പടി ക്ലാസ്സിൽ ഇരുന്നത്. ഉടമ്പടി ക്ലാസ്സെല്ലാം കേട്ട് അതിനുശേഷം ആ ഫോമെല്ലാം പൂരിപ്പിക്കാൻ തരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിരിക്കുന്ന ഒരു 2 കസേരയ്ക്ക് മുന്നിൽ ആരുമില്ല. പക്ഷേ പരിശുദ്ധ ഈ അൾത്താരയിലുള്ള അമ്മയുടെ ചിത്രം ഒരു നീല കളറിൽ പെട്ടെന്ന് തെളിഞ്ഞു എൻ്റെ മുന്നിൽ. ഞാൻ നോക്കി, പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കി. അവിടെ അങ്ങ് മാതാവിൻ്റെ ഒരു ചിത്രവും ഇല്ല, ഫ്രണ്ടിൽ മാത്രമേ അമ്മയുടെ ചിത്രമുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എന്നെ തൊട്ടിട്ടുണ്ടെന്ന്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എല്ലാം പൂർത്തിയാക്കി ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ, ഇവിടെ ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. ഞാനിവിടെ അടുത്ത മാസം വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് രാത്രിയെല്ലാം എനിക്ക് ശരീരത്തിൽ നല്ല അസ്വസ്ഥതയുണ്ട്. ഉടമ്പടി തൈലം വിശ്വാസപൂർവം എൻ്റെ ശരീരത്തിൽ മുഴുവൻ പുരട്ടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ഞാൻ പോകുക. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്ത് ഈ അസ്വസ്ഥതകളുണ്ടല്ലോ, അതുകൊണ്ട് MRI സ്കാൻ എടുക്കാതെ ഒന്നും പറ്റത്തില്ല. നിങ്ങൾ MRI സ്കാൻ എടുത്തിട്ട് വാ, നിങ്ങളുടെ ഒരു ഭാഗം തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എത്രയും വേഗം എടുത്ത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്കാനിങ്ങിന് പറഞ്ഞയച്ചു. സ്കാനിങ്ങിൻ്റെ MRI സ്കാനിങ് മെഷീനിൽ കിടക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, മാതാവേ, അമ്മ എൻ്റെ ഒരു സൈഡിലും ഈശോ എൻ്റെ ഒരു സൈഡിലും വേണം. കാരണം ഈ സ്കാനിങ് മെഷീനിൽ കയറി കിടക്കാൻ എനിക്ക് നല്ല ഭയമുണ്ട്. പക്ഷെ ഞാൻ ആ മെഷീനിൽ കിടക്കുന്ന സമയത്ത് ഒരു ഭയവും കൂടാതെ അമ്മ എന്നെ കാത്തുരക്ഷിച്ചു. സ്കാനിങ് എല്ലാം കഴിഞ്ഞ് റിസൾട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഡോക്ടറിന് തന്നെ അത്ഭുതമായി. ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞ് യാതൊരുവിധ അസുഖവും ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം ഈ അനുഗ്രഹം എനിക്ക് തന്നത് ഈ പരിശുദ്ധ അമ്മ മാതാവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അന്നിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ അൾത്താരയിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുകയില്ലായിരുന്നു. അത്രമാത്രം എൻ്റെ കുടുംബത്തെ അമ്മ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് ചോദിച്ചാൽ, ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ, എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധിക്കണം. ആഴമായ ഒരു ദൈവവിശ്വാസവും ഹൃദയവിശുദ്ധിയുള്ള ഒരു മകളാക്കി എന്നെ തീർക്കണമേ എന്ന്. ഇത്ര വയ്യാത്ത അവസ്ഥയിൽ പോലും ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകും. എത്ര മഴയാണെങ്കിലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. ദൈവത്തോട് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു. ഏതെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പോയി കുമ്പസാരിക്കാനുള്ളൊരു പ്രചോദനം അമ്മ മാതാവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ട്, എൻ്റെ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ഒരവസ്ഥയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഇവിടെ വന്ന് തിരിച്ചു പോയതിന് ശേഷം ഇന്ന് വരെ എൻ്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അമ്മ മാതാവ് എൻ്റെ കുടുംബത്തെ അത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട്. നാലാമതായിട്ട്, ഞാനൊരു ദിവസം എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മുറ്റത്തോട്ട് നോക്കി. ഒരു 3 മണി സമയമായിട്ടുണ്ട്. ആ സമയത്ത് മുറ്റത്ത് കൂടെ ഒരു ചെറിയ പാമ്പ് ഇങ്ങനെ പോകുക. അപ്പം എൻ്റെ വീടിൻ്റെ പരിസരത്തൊന്നും അങ്ങനെ, ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ പാമ്പിനെ കാണാം, പക്ഷേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ പാമ്പിനെ കാണാറില്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കതക് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി. ഈ കതക് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഈ പോയ പാമ്പ്, കുറച്ചങ്ങ് ദൂരേക്ക് പോയ പാമ്പ് തിരിച്ച് എൻ്റെ അടുത്തോട്ട് തിരിച്ചിങ്ങ് വന്നു. പെട്ടെന്ന് ഞാൻ ഓടി വീടിനകത്ത് കയറി. അപ്പോൾ കതകിനോട് ചേർന്ന് തന്നെ ഒരു ജനലുണ്ട്. ആ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലെ കതകിൻ്റെ മുൻപിൽ ഒരു പാമ്പ് പത്തി വിരിച്ചിങ്ങനെ നിൽക്കുക. അത് മൂർഖൻ പാമ്പാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, സാധാരണ എനിക്ക് പാമ്പിനെ കണ്ട ഭയമാണ്, പക്ഷേ ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം എനിക്ക് ഭയം ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, കൃപാസനത്തിലെ ഉപ്പെടുക്കുന്ന
ഞാൻ വേഗം ഉപ്പെടുത്തു. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഉപ്പ് ഒരു പിടി എൻ്റെ കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് പതിയെ ഒരു ഇതകത്തോട്ട് കയറി വരും. കാരണം വെച്ചാൽ ഒരു മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാൻ കതക് തുറന്നാൽ ഇതകത്ത് കയറുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് പകുതി ഞാൻ കതക് തുറന്നിട്ട് ഒരു പിടി ഉപ്പ് ഞാൻ ഈ പാമ്പിൻ്റെ നേരെ അങ്ങ് എറിഞ്ഞു. ആ ഉയർന്നു നിന്ന പാമ്പ് ആ ഉപ്പ് വീണ് അതേ സെക്കൻഡിൽ പത്തി താഴ്ത്തി ആ സിറ്റൗട്ടിൽ കയറിയ പാമ്പ് ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു പെണ്ണിനെ ഞാൻ വിളിച്ചു, അവർ വന്നു. പക്ഷേ ഈ സൗണ്ട് കേട്ടിട്ട് ഈ പാമ്പ് പതിയെ അങ്ങ് പോയതല്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കുകയോ അത് തിരിഞ്ഞു വരികയോ ഒന്നും ചെയ്തില്ല. പരിശുദ്ധ അമ്മ ഇത്രയും വലിയ ഒരു സംഭവത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. എനിക്ക് പാമ്പിനെ ഭയമുള്ള ആളായിരുന്നു. പക്ഷേ അമ്മ മാതാവ് ഇടപെട്ട് അമ്മയുടെ ഉപ്പെടുക്കാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചത് തന്നെ അമ്മയാണ്. അങ്ങനെ ആ പാമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ചു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത്, പത്രം വാങ്ങി ഞങ്ങളുടെ ഇടവകയിലും അടുത്തുള്ളവർക്കും അക്രൈസ്തവർക്കും ഒക്കെ കൊടുക്കാറുണ്ട്. വചനം പറയാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഈശോനെക്കുറിച്ച് പറയാത്ത ദിവസമില്ല. ഈശോനെക്കുറിച്ച് പറയണമെന്ന് ഞാനൊരു നിയോഗം എടുത്ത് പ്രാർത്ഥിച്ചതാണ്. ഒരു ദിവസമെങ്കിലും ഈശോയെ ഒരാത്മാവിനോടെങ്കിലും ഈശോയുടെ വചനം പറയാനുള്ള ഒരു ശക്തി തരണേ എന്ന്. അനേകം മക്കളെ കൃപാസനത്തിലേക്ക് പറഞ്ഞു വിടുവാനും വിവിധ ധ്യാനങ്ങളിലേക്ക് പങ്കെടുപ്പിക്കുവാനും ഞാൻ ശ്രമിക്കാറുണ്ട്. രോഗികളായി കഴിയുന്ന മക്കളെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി എന്നാൽ പറ്റുന്ന സാമ്പത്തിക സഹായം ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ഞാൻ വചനം വായിക്കുന്നത് 10 മിനിറ്റായിരുന്നു. ഇപ്പം എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ അരമണിക്കൂർ കൂടുതൽ സമയം വചനം വായിക്കാനും വചനം അതിനെക്കുറിച്ച് ധ്യാനിക്കാനുമുള്ള ഒരു അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പ്രഭാതത്തിലും സായാഹ്നത്തിലും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടക്കുന്നുണ്ട്. പകൽ സമയങ്ങളിലെല്ലാം മുറ്റമടിക്കുമ്പോഴാണെങ്കിലും പാത്രം കഴുകുമ്പോഴാണെങ്കിലും നന്മ നിറഞ്ഞ മറിയമേ എന്ന് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ സഹായിക്കുന്നത് എൻ്റെ അമ്മ മാതാവാണ്. അതുപോലെ തന്നെ ഈശോയിനെക്കുറിച്ച് അറിയാത്ത വ്യക്തികളെ ഈശോയെ അറിയിക്കുവാനുള്ള ഒരു പ്രത്യേക ഒരവസരം ഈശോ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. കാരണം ചില വ്യക്തികളൊക്കെ ഈശോനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരു കൃപ നൽകി എന്നെ അനുഗ്രഹിക്കാറുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നത് എൻ്റെ അമ്മ മാതാവ് ഈശോയുമാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്ന് എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയത് എൻ്റെ അമ്മയും ഈശോയുമാണ്. 1000 നന്ദി ഞാൻ പറയുന്നു. തോബിത്തിൻ്റെ പുസ്തകം 4:21. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിനാൽ നിനക്കാദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കുകയും അത് വീടുകയും അതിന് വിടുതലായി പ്രീതികരമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. യേശുവിൽ പ്രിയമുള്ളവരെ, ഷിബി ആൻ്റണി ഇടുക്കിയുടെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത്. അവർക്ക് 3 സാക്ഷ്യം കിട്ടി. ഉടമ്പടി എടുത്തതിന് ശേഷം ജീവനോടുകൂടി അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ കിട്ടിയതിനെ, പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർത്തതിനെ അവർ പരിശുദ്ധ അമ്മയോട് നന്ദി പറയുകയാണ്. കാരണം വളരെയധികം അസുഖങ്ങൾ മൂലം അവർ രോഗത്തിൽ അനുഭവിക്കുകയായിരുന്നു, വേദനകൾ. പല ഹോസ്പിറ്റലുകളിൽ പോയിട്ടും അവർക്കത് മാറുന്നില്ല. അവസാനം അവർ തീരുമാനമെടുത്തു പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഉടമ്പടി എടുക്കാൻ മേളിൽ കയറാൻ പോലും സാധിക്കാതെ വിഷമിച്ചിരുന്ന സമയത്ത് അവർ പരിശുദ്ധ അമ്മയെ വിളിച്ചു, അമ്മേ എൻ്റെ കൂടെ വരണേ, ഞാൻ അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നതെന്ന്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചിട്ട് അവർ പറഞ്ഞമ്മേ, ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരടയാളം എനിക്ക് തന്നിട്ട് വേണം എന്നെ അവിടെ നിന്ന് താഴെ ഇറക്കാൻ. അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊന്ന് കണ്ണ് മയങ്ങിയ സമയത്ത് പരിശുദ്ധ അമ്മയുടെ അൾത്താരയിലിരിക്കുന്ന അമ്മയുടെ നീല കളർ അവർക്ക്
കാണാനിടയായി. അപ്പോൾ പെട്ടെന്ന് ആ പ്രകാശം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആരുമില്ല. എന്നാൽ ആ കളറ് കണ്ടപ്പോൾ അമ്മയുടെ അനുഭവമാണെന്നും അമ്മയുടെ ഇടപെടലുണ്ടെന്നും അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നും എന്നെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ ഇടവരുത്തുമെന്നവർക്ക് വലിയ ഉറപ്പായി. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഉടമ്പടി തൈലവും ഉപ്പും തേനുമെല്ലാം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ശരീരത്തിലെല്ലാം പുരട്ടിയിട്ട് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ശരീരം ഒരു വശം തളർന്നു പോകും, നിങ്ങൾക്ക് അത്രയും വലിയ മാരകമായ രോഗമാണ്, അതറിയുന്നതിന് MRI എടുക്കണമെന്ന്. MRI സ്കാൻ ചെയ്യാൻ വിഷയത്തിൽ കിടക്കുമ്പോൾ ഈശോയോടും അമ്മയോടും പറയുകയാണ്, അമ്മേൻ്റെ ഒരു സൈഡിലും ഈശോൻ്റെ ഒരു സൈഡിലും ആയിരിക്കണം ഇരിക്കാൻ, എന്നെ അമ്മയും ഈശോയും ആയിരിക്കണം സ്കാൻ ചെയ്യാൻ, എനിക്ക് ഭയമാണ്. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരെ ഭയത്തിൽ നിന്ന് കൂടെ നടന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഈശോ കൂടെ ഉണ്ടായിരുന്നു. സെഹേനൂട്ടുശാലയിൽ ധ്യാനിച്ച ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മോൾക്ക് പേടിയില്ലായിരുന്നു. ധൈര്യത്തോടുകൂടി അവർ സ്കാൻ ചെയ്ത് റിപ്പോർട്ടുമായിട്ട് വന്നു. റിപ്പോർട്ടുമായിട്ട് വന്ന സമയത്ത് വന്ന് ഡോക്ടറിനെ കാണാൻ ചെന്നു. ഡോക്ടർ ചോദിച്ചു, ഇതെന്ത് സംഭവിച്ചു? ഇത് നല്ലൊരു അത്ഭുതമാണല്ലോ സംഭവിച്ചത്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗങ്ങളുമില്ല, നിങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ രോഗം എടുത്തു മാറ്റി. ജീവനുള്ളവരെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൽ സമർപ്പിക്കുന്ന ഒന്നും നഷ്ടപ്പെടുത്തില്ലെന്ന് ഈ മകൾ വഴി നമ്മളോട് പറയുകയുണ്ടായി. പിന്നീട് കടബാധ്യത ഉണ്ടായിരുന്നു. വളരെയധികം കടബാധ്യതയിൽ അവർ വിഷമിക്കുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സാമ്പത്തികമായി എല്ലാ ഉയർച്ചയും ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു പാമ്പ് വന്നവരുടെ വീട്ടിൽ. അത് മൂർഖൻ പാമ്പാണെന്ന് അകത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അവർ കണ്ട ഭയമായിരുന്നു. ആ ഭയത്തിൽ നിന്ന് വിടുതൽ കൊടുക്കാൻ നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത അമ്മ പാമ്പിൻ്റെ തലയെ ചവിട്ടുന്നതാണ്. അവർ ഭയന്ന് വീടിനകത്ത് കയറി ജനലിലൂടെ നോക്കിയിട്ട് പതിയെ കതക് തുറന്ന് ഉപ്പെടുത്തു. നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി തളിച്ചു. പാമ്പ് പത്തി താഴ്ത്തി താഴെ അരികെ കൂടി ഇഴഞ്ഞുപോയി. ഇതാണ് പരിശുദ്ധമ്മ കൊടുക്കുന്ന ഉടമ്പടി ജീവിതത്തിലൂടെ ഉള്ള വിശ്വാസം വർദ്ധിപ്പിക്കൽ. അതിനുശേഷം അവർക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ വളരെ തീഷ്ണതയോടുകൂടി ചെയ്തു. അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം അവർ പത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയും അവരുടെ സാക്ഷ്യവും അനുഭവങ്ങളും പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് അനേകം മക്കളെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ വിശ്വാസത്തോടും വിശ്വസ്തയോടും നിന്നാൽ അമ്മ മാതാവ് ഉടനടി പരിഹരിക്കും. ഈശോയോട് പറഞ്ഞ് നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളുടെയും അങ്കുലചലനം കൊണ്ട് തറ പറ്റിക്കാൻ ശക്തിയുള്ള കർത്താവിലാണ് നിങ്ങൾ പ്രത്യാശിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ദിവ്യബലി ഒറ്റ ദിവസവും മുടക്കാതെ സംബന്ധിക്കുകയാണവർ. ആ ബലിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ആ ബലിയുടെ പ്രാർത്ഥനയിലൂടെ അവർക്ക് കിട്ടിയ അഭിഷേകത്തിലൂടെ പരിശുദ്ധ അമ്മ കൊടുത്ത ഈ ഉടമ്പടി ജീവിതത്തിലൂടെയും നൽകിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി